ഓം നമഃശിവായ. ഈ വീഡിയോയിൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ജാതകരുടെ സ്വഭാവ വിശേഷങ്ങളും ഈ നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ഓരോന്നിലായി ജനനം ഉണ്ടാകുമ്പോൾ വരുന്ന സ്വഭാവ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും മറ്റും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ആ ജാതകർ ജീവിതത്തിൽ ഉടനീളം ഐശ്വര്യമുള്ളവരായും ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ളവരായും നല്ല ഭാര്യയോട് കൂടിയവരും ധാരാളം ധനത്തിന് ഉടമയും നല്ല പ്രസിദ്ധിയുള്ളവരും ആയിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ആ ജാതകർ തടിച്ച ശരീരമുള്ളവരും അല്പസന്തതി ആയിട്ടും നല്ല ധാരണ സാമർഥ്യത്തോടു കൂടിയവരും കലഹങ്ങളിൽ പ്രിയമുള്ളവരും ആയിരിക്കും. ഇവർക്ക് നല്ല ഉത്സാഹമുള്ളവരും ഗ്രന്ഥിരോഗം ഉള്ളവരും ആയിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിക്കുമ്പോൾ ആ ജാതകർ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവരും എല്ലാ സമയത്തും അധികമായ വിഷയ ആഗ്രഹത്തോട്, അതായത് വിഷയാസക്തി ഉള്ളവരും എല്ലാ സമയത്തും ലുബ്ധരും ബ്രഹ്മ വിഷയങ്ങളിൽ നല്ല ജ്ഞാനം ഉള്ളവരും അനേകം ഭൃത്യന്മാരും ഉള്ളവർ ആയിരിക്കും. അടുത്തത് ഈ നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനനമുണ്ടാകുമ്പോൾ ആ ജാതകർ അധികമായ വിഷയാസക്തി ഉള്ളവരും രോഗിയും സുഖ സാധനങ്ങളുടെ സമൃദ്ധി ഉള്ളവരും വളരെ ധനം ഉള്ളവരും ഏറ്റവും ദാനശീലരും ശാഠ്യ സ്വഭാവമുള്ളവരും ആയിരിക്കും. നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനനമുണ്ടാകുമ്പോൾ ആ ജാതകർ ഗണിതത്തിങ്കൽ, അതായത് കണക്ക് ശാസ്ത്രത്തിൽ നല്ല സാമർഥ്യമുള്ളവരും സുഖിമാന്മാരായും നല്ല ധാർമ്മികരായും ധാരാളം ധനത്തിന് ഉടമയായും കൃഷി ഉള്ളവരായും ഭവിക്കും എന്നതാണ്. തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളും ഈ നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ജനനമുണ്ടാകുമ്പോൾ ജാതകരുടെ സ്വഭാവ വ്യത്യാസങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം, മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.